ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും CMA ക്ലാസ് എന്ന് പറഞ്ഞ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ വിഷ്ണുവാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ മൂന്നാമത്തെ മെത്തേഡായ വാം മെത്തേഡ് അല്ലെങ്കിൽ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പ്രോബ്ലം ടെക്സ്റ്റിലെ തന്നെ ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലത്തിൻ്റെ പേജ് നമ്പറും ക്വസ്റ്റ്യനും ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ തമ്പനിയിലും കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് എടുത്ത് വർക്കൗട്ട് ചെയ്യണം ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് പേജ് നമ്പർ 105 ഇല്ലസ്ട്രേഷൻ 24 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 105 ഇല്ലസ്ട്രേഷൻ 25. ഞാനിത് നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് നമ്മളുടെ പേപ്പറിലേക്ക് ഒന്ന് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് പോകാം, എന്നിട്ട് നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ നമ്മളൊരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, ആ പ്രോബ്ലം ബാലൻസ്ഡ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം, സപ്ലൈയും ഡിമാൻഡും കൂട്ടി നോക്കി അത് രണ്ടും ഈക്വൽ ആണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന് നമ്മൾ അൺബാലൻസ്ഡ് പ്രോബ്ലം എന്നാണ് വിളിക്കുന്നത്. നമ്മൾ അതിനെ എന്താക്കണം, ബാലൻസ് ആക്കി മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം ഈ പ്രോബ്ലം ബാലൻസ് ആണോന്നും. ഇതിനകത്ത് ഇവിടെ സപ്ലൈ, ഇവിടെ ഡിമാൻഡ്, ഇത് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. പ്രോബ്ലത്തിൽ അത് നോക്കി നമ്മൾ ഈ ഒരു കോളം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് നമ്മുടെ ക്വസ്റ്റിനെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സപ്ലൈ ഈക്വൽ ടു 150 പ്ലസ് 450 പ്ലസ് 250, 150 450 250. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 150 പ്ലസ് 450 250 പ്ലസ് 450 പ്ലസ് 250, ടോട്ടൽ 850 വരുന്നുണ്ട്. ഡിമാൻഡ് നോക്കാം. 100 പ്ലസ് 200 പ്ലസ് 450 പ്ലസ് 150, 100 പ്ലസ് 200 പ്ലസ് 450 പ്ലസ് 150. ഓക്കെ, ഇവിടെ നമുക്ക് 900 ഉണ്ട്. നമുക്ക് ഒരു ടോട്ടൽ ഡിമാൻഡ് കിട്ടിയിരിക്കുന്നത് 900 ആണ്. അതായത് ഈ 100 പ്ലസ് 200 പ്ലസ് 450 പ്ലസ് 150 നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് 900 ആണ്. പക്ഷേ നമുക്ക് സപ്ലൈ എത്രയേ ഉള്ളൂ, 200 ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ പ്രോബ്ലം എന്താണ്, ബാലൻസ്ഡ് അല്ല, അൺബാലൻസ്ഡ് ആണ്. നമ്മളിപ്പം ഈ പ്രോബ്ലത്തിനെ ബാലൻസ്ഡ് മെത്തേഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോബ്ലത്തിനെ ബാലൻസ് മെത്തേഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്ക് ഏത് സൈഡിലാണ് കുറവെന്ന് നമുക്ക് നോക്കണം. ബാലൻസ്ഡ് അല്ലാത്ത എന്താണെന്ന് നോക്കണം. നമുക്ക് എവിടെയാണ്, സപ്ലൈയിലാണ് കുറവ്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് എന്ത് വരേണ്ടത്, ഒരു അഡീഷണൽ സപ്ലൈ വരേണ്ടത്. അപ്പോൾ നമുക്ക് ആ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഈ പ്രോബ്ലത്തിനെ ഒന്നുകൂടി റീകൺസ്ട്രക്ട് ചെയ്ത് വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ബാലൻസ്ഡ് പ്രോബ്ലത്തിലേക്ക് മാറ്റാം. ഓക്കെ, എന്നാൽ അതേ ക്വസ്റ്റ്യൻ തന്നെ ബാലൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതേ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ എടുത്തെഴുതിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു അഡീഷണൽ ഒരു റോ ആഡ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ റോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ റോയിൽ കാരണം എന്താ വെച്ചാൽ സപ്ലൈയിലാണ് നമുക്ക് കുറവ് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പോൾ സപ്ലൈ ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇട്ടിട്ട് റോ നമ്മൾ ആഡ് ചെയ്യണം. നമ്മൾ ഈ റോയെ വിളിക്കുന്നത് എന്താണ്, ഡമ്മി റോ എന്നാണ് വിളിക്കുന്നത്. ഡമ്മി എന്നാണ് വിളിക്കുന്നത്. ഡമ്മിയിലേക്ക് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കണം, നമ്മൾ വോഗൽസ് അപ്രോക്സിമേഷൻ നമ്മൾ ഡമ്മിയിലേക്ക് എന്ത് വാല്യൂ കൊടുക്കാവുള്ളൂ, നമ്മൾ ഈ റോയിലേക്ക് 0 കൊടുക്കാവുള്ളൂ. നമ്മൾ നേരത്തെ ഒന്ന് ഡിസ്കസ് ചെയ്താണ്. നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് കണ്ടപ്പോഴും ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് കണ്ടപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ഇതിൻ്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ അഡീഷണൽ ആയിട്ടുള്ള വ്യത്യാസം വന്നിട്ടുള്ള എമൗണ്ട് അപ്പം 950 ആണ്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ 900 മൈനസ് 850, അപ്പം 50 ആണ് നമുക്ക് ഡിഫറൻസ് ഉള്ളത്. അപ്പം നമ്മുടെ ബാലൻസ് ചെയ്യേണ്ടത് 50 ആണ്. നമ്മൾ അഡീഷൻ ചെയ്യേണ്ടത് എവിടെയാണ്, സപ്ലൈയാണ് കുറവ്. അപ്പം നമുക്ക് ഇത് ആഡ് ചെയ്ത് നമുക്ക് പുതിയൊരു പ്രോബ്ലം വരയ്ക്കാം. ഡിസ്കസ് ചെയ്താണ് ഡമ്മി ആഡ് ചെയ്യുന്നതും ഡമ്മിയിൽ എന്ത് വാല്യൂ 0 വാല്യൂ കൊടുക്കുന്നതിനെക്കുറിച്ചും. ആ ക്വസ്റ്റ്യൻസ് ഒന്നും കാണാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ നമ്മുടെ നോർത്ത് വെസ്റ്റ് കോർണറും ലിസ്റ്റ് കോസ്റ്റ് മെത്തേഡിൻ്റെ വീഡിയോ നമ്മളുടെ പേജിൽ കിടപ്പുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ അതുകൂടെ ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ 0 വാല്യൂ ഡമ്മി കോളത്തിൽ കൊടുത്തിരിക്കുന്നു. അഡീഷണൽ ആയിട്ട് നമുക്ക് വേണ്ടത് 50 ആണ് സപ്ലൈ. ഇനി നമുക്കൊന്ന് കൂട്ടി നോക്കാം. സപ്ലൈ ആദ്യം കൂട്ടി നോക്കാം. 150 പ്ലസ് 450 പ്ലസ് 250 പ്ലസ് 50. ഓക്കെ, 900 ആയിട്ടുണ്ട്. നമുക്കിതൊരു കൂട്ടി നോക്കാം. 100 പ്ലസ് 200 പ്ലസ് 450 പ്ലസ് 150. ഓക്കെ, നമ്മളുടെ സപ്ലൈയും ഡിമാൻഡ് ഇപ്പോൾ ഈക്വൽ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് എന്ത് ചെയ്യാം, ബാലൻസ്ഡ് പ്രോബ്ലമായെന്ന് നമുക്കത് നോട്ട് ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്തായിട്ടിരിക്കുന്നു? ബാലൻസ്ഡ് ആയിരിക്കുന്നു, നമ്മുടെ സപ്ലൈ ആൻഡ് ഡിമാൻഡും ഈക്വൽ ആയിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ ഒരു ഏരിയയിൽ പറഞ്ഞിട്ടുണ്ട്. നോക്കാം, ഞാൻ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് ടെക്സ്റ്റിൽ എടുത്തിരിക്കുകയാണ്. ഈ പോർഷനിൽ ഇതൊരു പ്രോഫിറ്റ് മെട്രിക്സ് ആണ് നമുക്കിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അവർ ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല, അവർ പറഞ്ഞിരിക്കുന്നത് ഷോപ്പ് എക്സ്പെക്ട് ദ പ്രോഫിറ്റ് പെർ ഡ്രസ് ടു വേരി വിത്ത് ദ മാനുഫാക്ചർ ആസ് ഗിവൺ ബിലോ. ആണോ, ഇതൊരു പ്രോഫിറ്റ് മെട്രിക്സ് ആണ് നമുക്ക് താഴെ തന്നിരിക്കുന്നതെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഈ പോർഷനിൽ നമുക്കിത് പ്രോഫിറ്റ് മെട്രിക്സ് ആണ് നമുക്ക് താഴെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ മെട്രിക്സ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മെട്രിക്സിൽ പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോഫിറ്റ് മെട്രിക്സിനെ ലോസ് മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസിൽ ഇത് മാക്സിമം എമൗണ്ട് എന്ന് പറയാം. അങ്ങനെ മാക്സിമം എമൗണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്താണ്, മിനിമം എമൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് നമ്മളുടെ ഈ മെട്രിക്സിൽ തന്നിരിക്കുന്ന വാല്യൂ, ഈ വാല്യൂവിൻ്റെ അതിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എടുത്തിട്ട് അതിനെ എന്ത് ചെയ്യണം? ബാക്കിയുള്ള വാല്യൂവിൽ നിന്ന് കുറച്ച് കളയണം. അതായത് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നതാണ് 5.5 ആണ്. ഈ 5.5നെ ഈ ബാക്കിയുള്ള എല്ലാ വാല്യൂവിൽ നിന്നും നമ്മൾ കുറച്ച് കളയണം. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന, ഓൾട്ടർ ചെയ്ത് വെച്ചിരിക്കുന്ന പുതിയ ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ പുതിയ മെട്രിക്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഈ മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ചെയ്യാം. മെട്രിക്സിനെ ലോസ് മെട്രിക്സ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഹയസ്റ്റ് വാല്യൂ ആയിട്ടുള്ള ഈ 5.5നെ 5.5 ഈ 5.5 മൈനസ് ഈ 2.5, അതുപോലെ 5.5 മൈനസ് ഈ 4, 5.5 മൈനസ് 5, അങ്ങനെ നമ്മൾ എല്ലാ സെല്ലിലെയും വാല്യൂവിനെ നമ്മൾ ഈ 5.5ൽ നിന്ന് കുറച്ച് എഴുതണം. അപ്പോൾ 5.5 മൈനസ് 2.5 3, 5.5 മൈനസ് 2.5 3, 5.5 മൈനസ് 4, അപ്പം നമുക്ക് 1.5, 5.5 മൈനസ് 5 0.5, 5.5 മൈനസ് 2 3.5, 5.5 മൈനസ് 3 2.5, 5.5 മൈനസ് 3.5 2. ഇതുവരെ നമ്മൾ എല്ലാ ഇതും ചെയ്യണം. ഇപ്പോൾ 5.5 ഇവിടെ നടക്കുക സെല്ല് വരും. 5.5 മൈനസ് 5.5, അപ്പോൾ ഇവിടെ എന്തായി? 0 ആയിട്ട് മാറി. 5.5 മൈനസ് 1.5, 5.5 മൈനസ് 1.5 4 വരും. 5.5 മൈനസ് 2 3.5, 5.5 മൈനസ് 4.5 1, 5.5 മൈനസ് 4.5 1, 5.5 മൈനസ് 2.5 3, 5.5 മൈനസ് ഡമ്മി കോളം വരുമ്പോൾ 0 ആണ്. 5.5 മൈനസ് 0, അപ്പോൾ ഇതെല്ലാം എന്ത് വരും? 5.5 എന്ന് പറയും. ഡമ്മി കോളത്തിൽ നമ്മുടെ 0 ആണ്, അപ്പോൾ ഇത് 5.5 വരും. 5.5 മൈനസ് 0 ആണ് വരുന്നത് കേട്ടോ. 5.5 ഓക്കെ. ഇനി നമുക്ക് ഡിമാൻഡ് സപ്ലൈ എടുത്ത് എഴുതാം. 150, 450, 250, 50, 100, 200, 450, 150. സപ്ലൈ ആൻഡ് ഡിമാൻഡ് വില എടുത്ത് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് പെനാൽറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് പെനാൽറ്റിയാണ്. പെനാൽറ്റി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയുടെയും കോളത്തിൻ്റെയും എന്ത് ചെയ്യണം? സെപ്പറേറ്റ് നമ്മൾ പെനാൽറ്റി കണ്ടുപിടിക്കണം. പെനാൽറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോയിൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സെല്ലിൽ അലോക്കേറ്റ് ചെയ്യുന്ന ഏറ്റവും ചെറിയ 2 വാല്യൂകൾ തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? പെനാൽറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ 2 വാല്യൂ നമ്മൾ ഈ റോയിൽ വരുമ്പോഴത്തേക്കിന് 1.5ഉം 5ഉം ആണ്. അപ്പോൾ അതിൻ്റെ പെനാൽറ്റി എന്ന് പറയുന്നത് 1 വരും. പെനാൽറ്റി 1 വരും. അടുത്തത് സെക്കൻഡ് റോയിൽ നോക്കുമ്പോഴത്തേക്കിന് 0 മൈനസ് 2, അപ്പം നമുക്ക് 2 വരും. അടുത്തത് 1 മൈനസ് 1, ഇവിടെ 0 വരും. ഇവിടെ 5.5 മൈനസ് എല്ലാം 5.5 ആണ്, അപ്പോൾ നമുക്ക് 0 ആണ് വരുന്നത്.
നമുക്ക് ഇവിടുന്ന് നോക്കാം. ഇവിടുന്ന് നോക്കുന്നതിന് ഇനി റോയിലെ പെനാൽറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. കോളത്തിലെ പെനാൽറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. കോളത്തിലെ പെനാൽറ്റി കണ്ടുപിടിക്കാൻ 2.5 - 3 അപ്പോൾ എത്രയാണ്? 0.5 വരും. 0.5 ഇവിടെ നമുക്ക് 1 - 1.5 ആണ്. അപ്പോൾ ഇതും 0.5 വരും. നമുക്കിവിടെ 1 - 0 1 വരും. ഏറ്റവും ചെറിയ വാല്യൂ 1, ചെറിയ രണ്ട് വാല്യൂവിൽ നിന്നാണ് കുറയ്ക്കുന്നത്. 1 - 0 അപ്പോൾ 1 വരും. അടുത്തത് ഇവിടെ 3 4 ആണ് ചെറിയ വാല്യൂ. അപ്പം 4 - 3 അപ്പം നമുക്ക് 1 വരും. ഓക്കെ, നമ്മൾ ഈ പെനാൽറ്റി വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഏത് റോയിൽ അല്ലെങ്കിൽ ഏത് കോളത്തിൽ അല്ലെങ്കിൽ ഏത് സെല്ലിലേക്കാണ് അലോക്കേഷൻ വരാൻ പോകുന്നതെന്ന് നമ്മൾ ഈ പെനാൽറ്റി വെച്ചാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതിൽ ഹയസ്റ്റ് പെനാൽറ്റി ഏത് കോളത്തിൽ തരുന്നു, ഏത് പെനാൽറ്റിയെ തരുന്നു, ആ പെനാൽറ്റിയിലുള്ള ആ റോ അല്ലെങ്കിൽ ആ കോളത്തിൽ ഏറ്റവും ചെറിയ വാല്യൂവിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അലോക്കേഷൻ കൊടുക്കാനായിട്ട്. ശ്രദ്ധിക്കണം, നമുക്ക് ഹയസ്റ്റ് പെനാൽറ്റി തരുന്ന റോ അല്ലെങ്കിൽ കോളം, ഇവിടെ ഈ കേസിൽ 2 ഹയസ്റ്റ് പെനാൽറ്റി. അപ്പോൾ ഈ റോയിലാണ് അലോക്കേഷൻ വരേണ്ടത്. ഈ റോയിൽ ഏറ്റവും ചെറിയ വാല്യൂ ഉള്ള 0യിലേക്ക് അലോക്കേഷൻ വരണം. ഇൻ കേസ് ഇതുപോലത്തെ പെനാൽറ്റി സെയിം ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ റോയുടെയോ അല്ലെ കറസ്പോണ്ടിങ് റോയുടെയോ കോളത്തിൻ്റെയോ കോസ്റ്റ് എടുക്കണം. കോസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 2 ആണ്, ഇവിടെയും ഒരു 2 ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ കോളത്തിൻ്റെയും ആ റോയുടെയും കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക. കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2.5 പ്ലസ് ആ സെല്ലിൻ്റെ വാല്യൂ കൂട്ടി നോക്കുക. കൂട്ടി നോക്കുമ്പോൾ ആ റോയുടെ കോസ്റ്റ് കിട്ടും. അതിൽ ഏറ്റവും ചെറിയ കോസ്റ്റ് ഏതാണോ ആ കോസ്റ്റുള്ള സെല്ലിലേക്കോ അല്ലെങ്കിൽ ആ ചെറിയ കോസ്റ്റുള്ള റോയോ കോളോ നമുക്ക് അലോക്കേഷന് വേണ്ടി സെലക്ട് ചെയ്യാം. അതും ഈക്വലായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെല്ല് അലോക്കേറ്റ് ചെയ്യാം. അതിന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ മാക്സിമം നമുക്ക് എവിടെ അലോക്കേഷൻ കൊടുക്കാൻ പറ്റും, ഏത് റോയിലെ കോളത്തിൽ മാക്സിമം അലോക്കേഷൻ എവിടെയാണ് കൊടുക്കാൻ പറ്റുന്നത് അതനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഈ 2 സെല്ല്, ഈ 2 നമ്മുടെ മാക്സിമം പെനാൽറ്റി, ഹയസ്റ്റ് പെനാൽറ്റി തന്നിട്ടുള്ള ഇപ്പോൾ ഈ റോയാണ്. അപ്പോൾ ഈ റോയിലാണ് നമ്മൾ അലോക്കേഷൻ വരുന്നത്. ഈ റോയിൽ 0 ആണ് ഏറ്റവും ചെറിയ വാല്യൂ. ആ 0യിൽ വേണം അലോക്കേഷൻ വരാനായിട്ട്. അത് 450, നമുക്ക് അലോക്കേഷൻ 450 തന്നെ കൊടുക്കാം. 450. ഇപ്പോൾ എന്തായി? നമ്മുടെ ഈ സപ്ലൈ 0 ആയിരിക്കുന്നു, ഈ ഡിമാൻഡും 0 ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ കറസ്പോണ്ടിങ് റോയും കോളവും എലിമിനേറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അതിന് ഈ റോ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു, ഈ കോളവും എലിമിനേറ്റ്. കാരണം എന്താണ്? അവിടെ സപ്ലൈയും ഡിമാൻഡും 0 ആയിരിക്കുകയാണ്. ഇനി അവിടെ അലോക്കേഷൻ വരാണ്ട് സ്ഥലം. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും പെനാൽറ്റി എടുക്കണം. എടുക്കാം. ഇതേ പെനാൽറ്റി നമ്മൾ അടുത്തെടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ വരുമ്പോൾ 1.5 - 3 -1.5 ഇതാണ് രണ്ടും ചെറിയ 2 വാല്യൂ. ഈ 2 വാല്യൂ തമ്മിൽ കുറച്ച് വേണം പെനാൽറ്റി എടുക്കാൻ. അപ്പം 3 - 1.5 എന്ന് പറയുമ്പോഴത്തേന് 1.5 വരും പെനാൽറ്റി. ഇവിടെ അലോക്കേഷൻ ഇല്ല, കാരണം എന്താണ്? ആ സെല്ല്, ആ റോ നമ്മുടെ എലിമിനേറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കിന് 1 - 3 ആണ്. അപ്പോൾ എത്ര വരും? 2 വരും പെനാൽറ്റി. അടുത്ത് ഇവിടെ നോക്കിയേ, ഇവിടെ 0 ആണ്. ഇവിടെ നോക്കുമ്പോഴത്തേക്കിന് 3 - 3.5 അപ്പം 0.5 തന്നെ പെനാൽറ്റി വരും. ഇവിടെ നോക്കിയേ 1.5 1 ആണ് ചെറിയ വാല്യൂ. അപ്പം 1.5 - 1 0.5 തന്നെ വരും. ഇവിടെ ഇല്ല, എലിമിനേറ്റ് ആയിപ്പോയി. ഇവിടെ വരുമ്പോഴത്തേക്കിന് 3 - 3.5 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 0.5 വരും. പക്ഷെ കുറച്ച് മുമ്പ് ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ 3 - 3.5 ഇവിടെ 0.5 ആണ് വരുന്നത്. ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ക്ഷമിക്കണം. ഓക്കെ, ഇനി അടുത്ത് നോക്കണം. ഇനി ഹയസ്റ്റ് പെനാൽറ്റി ഏതാണ്? ഇതിൽ ഹയസ്റ്റ് പെനാൽറ്റി വന്നിരിക്കുന്നത് ഇവിടെ എന്താണ്? 2 ആണ് നമുക്ക് ഹയസ്റ്റ് പെനാൽറ്റി കിട്ടിയിരിക്കുന്നത്. ഈ ഹയസ്റ്റ് പെനാൽറ്റിയിൽ വേണം അലോക്കേഷൻ. അപ്പോൾ ഈ റോയിലാണ് അലോക്കേഷൻ വരേണ്ടത്. ഈ റോയിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ ആ വാല്യൂവിൽ വേണം അലോക്കേഷൻ വരാനായിട്ട്. അപ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ ഉള്ള സെല്ല് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നു. ഇതാണ് നമുക്ക് അലോക്കേഷന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സെല്ല്. ഈ സെല്ല് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി നമുക്കതിൽ അവൈലബിൾ ആയിട്ടുള്ള സപ്ലൈയും ഡിമാൻഡും ചെക്ക് ചെയ്യാം. സപ്ലൈ 250 ആണ്, ഡിമാൻഡ് എത്രയാണ്? 200. അപ്പോൾ നമുക്ക് ഇതിൽ മാക്സിമം 200 അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 200 നമ്മൾ അലോക്കേറ്റ് ചെയ്യുകയാണ്. അലോക്കേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഡിമാൻഡ് 0 ആയിരിക്കുന്നു. കറസ്പോണ്ടിങ് സപ്ലൈയിലും 200 കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ 250 - 200 അപ്പോൾ 50. ഓക്കെ, ഇനി നമുക്കിത് ഈ കോളം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കോളത്തിൽ ഡിമാൻഡ് 0 ആയിരിക്കുകയാണ്. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? പെനാൽറ്റി എടുക്കാം. ഇവിടെ ഫസ്റ്റ് റോയിലെ പെനാൽറ്റി 3 -
3.5 ആയിരിക്കുന്നു. അപ്പോൾ ഇത് 0.5 ആയി. 0.5 ഇതില്ല, എലിമിനേറ്റ് ആയിരിക്കുന്നു. ഇവിടെ 3 - 3.5 ആണ്. 0.5. ഇവിടെ 5 - 5.5 0. ഇവിടെ നോക്കുക, 3 - 3.5 0.5. ഇവിടെ ഇല്ല, ഈ കോളം എലിമിനേറ്റ് ആയിരിക്കുന്നു. ഈ കോളം എലിമിനേറ്റ് ആയിരിക്കുന്നു. ഇവിടെ ചെക്ക് ചെയ്യാം, 3.5 - 3, അപ്പോൾ 0.5. ഇപ്പോൾ ചെക്ക് ചെയ്യുമോ, നമുക്ക് എല്ലായിടത്തും എന്താണ് 0.5 ആണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ഉള്ള ഏത് കോളമാണ്, ഏത് റോ ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ 3 ഇവിടുത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് 3 + 3 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്, 6.5 വരും. ഇവിടെ ഇല്ല, ഇവിടെയാണ് പിന്നെ ഉള്ളത്. ഇവിടെ 3 + 3 6.5 വരും. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് 0 ആണ്, ഇവിടെ ഇല്ല. പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട 0.5 ഉള്ള പെനാൽറ്റി ഇവിടെയാണ്. ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുമ്പം 3 + ഇവിടെ 6.5 + 5.5 വരും. അപ്പം 6.5 + 5, ഇവിടുത്തെ കോസ്റ്റ് ചെയ്യുമ്പോൾ 12 വരും. എന്ന് വെച്ചാൽ 3 + 3.5 + 5.5 12 വരും. ഇവിടെ ഈ കോളം എലിമിനേറ്റഡ് ആണ്. ഈ കോളം എലിമിനേറ്റഡ് ആണ്. ഈ കോളത്തിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 3.5 + 3 + 5.5, അപ്പോൾ ഇതും 12 വരും. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ആയിട്ടുള്ള കോളങ്ങളാണ് ഉള്ളത്. നമുക്ക് നോക്കാം. ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ആയിട്ടുള്ള റോ എന്ന് പറയുന്നത് 3 + 3.5 എന്ന് പറയുന്ന 6.5. പിന്നെ ഉള്ളത് ഏതാണ്, ഈ സി എന്ന് പറയുന്ന കോളമാണ് ഉള്ളത്. 3.5 + 3, അതും 6.5 ആണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെ കോസ്റ്റും ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് മാക്സിമം അലോക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത് ആണെങ്കിൽ നമുക്ക് മാക്സിമം അലോക്കേഷൻ എവിടെയാണോ കൊടുക്കാൻ പറ്റുന്നത് ആ സെൽ സെലക്ട് ചെയ്യാം. അപ്പോൾ നോക്കുക, ഇവിടെ നമുക്ക് 150 ആണ് അലോക്കേഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് ഏറ്റവും ലീസ്റ്റ് അലോക്കേഷൻ വരുന്നത്, ലീസ്റ്റ് വാല്യൂ ആയിട്ടുള്ള സെൽ ഇവിടെ 3 ആണ്. 3ൽ നമുക്ക് എന്ത് ചെയ്യാം, 100 അലോക്കേഷൻ കൊടുക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം അലോക്കേഷൻ അവൈലബിൾ ആയിട്ടുള്ള സപ്ലൈ എന്ന് പറയുന്നത് എത്രയാണ്, 50 ഉള്ളൂ. അപ്പോൾ നമുക്ക് മാക്സിമം അലോക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന സെല്ല്, മാക്സിമം അലോക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന റോ എന്ന് പറയുന്നത് 150യുടെ റോ ആണ്. അപ്പോൾ എ ആണ്. അപ്പോൾ നമുക്ക് എ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അപ്പം എ നമ്മൾ സെലക്ട് ചെയ്യണം. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞു, കോസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ മാക്സിമം എവിടെയാണോ മാക്സിമം നമുക്ക് അലോക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത് ആ ഒരു റോ അല്ലെങ്കിൽ കോളം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, സെലക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ 5 സെലക്ട് ചെയ്തിരിക്കുന്നു. ഇതിൽ ലീസ്റ്റ് വാല്യൂ ഉള്ള സെല്ലിൽ അലോക്കേഷൻ പറ്റുള്ളൂ 3 ആണ്. 3ൽ അവൈലബിൾ ആയിട്ടുള്ള സെല്ല് നമ്മൾ മാർക്ക് ചെയ്യുന്നത് 3 ആണ്. 3ൽ അവൈലബിൾ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 150 100. അതിൽ ചെറിയ വാല്യൂ നമ്മൾ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ 100 എടുക്കുവാണ്. 100 എടുത്തിരിക്കുന്നു, അലോക്കേഷൻ കൊടുത്തിരിക്കുന്നു. അപ്പം ഈ ഡിമാൻഡ് 0 ആയിരിക്കുന്നു. കറസ്പോണ്ടിങ് സപ്ലൈയിലെ വ്യത്യാസം വരുത്തണം. ഈ 150 - ഈ 100, അപ്പം അത് 50 ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി വീണ്ടും പെനാൽറ്റി എടുക്കണം. അപ്പം എന്തായിരിക്കുന്നു, ഈ ഒരു കോളം എലിമിനേറ്റ് ആയിരിക്കുന്നു. കോളത്തിൻ്റെ ഡിമാൻഡ് 0 ആയിരിക്കുന്നു. അപ്പം നമുക്ക് കോളം എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമുക്ക് പെനാൽറ്റി എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ വാല്യൂ ഉള്ള രണ്ട് സെല്ലുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഡയറക്റ്റ് നോക്കാം. ഇവിടെ 3.5ഉം ഈ 3ഉം ഉള്ള സെല്ലും മാത്രമേ നമുക്ക് എന്തായിട്ടുള്ളൂ, അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതിലേ നമ്മുടെ അലോക്കേഷൻ വരത്തുള്ളൂ. 3.5ഉം 3ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെനാൽറ്റി എടുക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് പെനാൽറ്റി എടുക്കണമെങ്കിൽ ഒരു പെനാൽറ്റി എടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഇനി ശ്രദ്ധിക്കുക, ഇനി നമുക്ക് ഒരു പെനാൽറ്റി എടുക്കാൻ പറ്റില്ല. ഇവിടെ എന്താണ് 3.5 കഴിഞ്ഞ് കുറയ്ക്കാനുള്ള വാല്യൂ. അപ്പോൾ ഇവിടെ പെനാൽറ്റി എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടെയും ഇത് ഓൾറെഡി എലിമിനേറ്റഡ് ആണ് ഈ റോയിൽ 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പെനാൽറ്റി എടുക്കാൻ പറ്റത്തില്ല. കാരണം ഒരു 2 സെല്ലിൻ്റെ വാല്യൂ വേണം. ലീസ്റ്റ് 2 സെല്ലുകൾ കുറയ്ക്കുന്ന വാല്യൂ ആണ് നമുക്ക് പെനാൽറ്റി എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ പെനാൽറ്റി പറ്റത്തില്ല. ഇവിടെ 5.5 ആണ്, പറ്റത്തില്ല. ഇനി നോക്കുക, കോളം നോക്കുമ്പോൾ ഇത് എലിമിനേറ്റഡ് ആണ്. കോളം നമ്പർ 2 എലിമിനേറ്റഡ് ആണ്. കോളം നമ്പർ 3 എലിമിനേറ്റഡ് ആണ്. കോളം നമ്പർ 4 ചെക്ക് ചെയ്യുക. 4 ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പെനാൽറ്റി എടുക്കാൻ പറ്റും. എന്താണ് 3.5 - 3 എന്ന 2 വാല്യൂ നമുക്ക് അവൈലബിൾ ആണ്. ചെറിയ 2 സെല്ലുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ 3 - 3.5. അപ്പോൾ ഇതെന്ന് പറയുന്നത് 0.5 ആണ് പെനാൽറ്റി. അപ്പം നമ്മൾ ഈ പെനാൽറ്റി നമ്മൾ അലോക്കേഷന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഉള്ള സെല്ല് ഏതാണോ ആ സെല്ല് വേണം നമുക്ക് അലോക്കേഷൻ വരാനായിട്ട്. നോക്കുക, ഇവിടെ 150 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏറ്റവും ചെറിയ വാല്യൂ, ഈ കോളത്തിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ ഉള്ള സെല്ലെന്ന് പറയുന്നത് 3 ആണ്. 3 അലോക്കേഷൻ വേണ്ടി മാർക്ക് ചെയ്തിരിക്കുന്നു. ഇതിലേ നമുക്ക് അലോക്കേഷന് പറ്റുകയുള്ളൂ. അപ്പോൾ അലോക്കേഷന് അവൈലബിൾ ആയിട്ടുള്ള സപ്ലൈ എന്ന് പറയുന്നത് 50, ഡിമാൻഡ് 150. അപ്പോൾ നമ്മൾ ഈ 50 ഇവിടെ അലോക്കേഷന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ചെറിയ വാല്യൂ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 50 അലോക്കേറ്റ് ചെയ്തു, 50 എലിമിനേറ്റഡ് ആയി. അപ്പോൾ എന്തായി, ഈ
റോയും എലിമിനേറ്റ് ആയിരിക്കുന്നു. അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യണം, 50 കുറയ്ക്കണം. അപ്പോൾ ഇത് 100 ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. ഇനി ചെക്ക് ചെയ്യേണ്ടത്, ഇനി നമുക്ക് അടുത്ത ഏറ്റവും ചെറിയ സെൽ എന്ന് പറയുന്നത് 3.5 ആണ്. 3.5ലാണ് നമ്മൾ അലൊക്കേഷൻ വരുന്നത്. അവൈലബിൾ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 50 100 ആണ്. അതിൽ ചെറിയ വാല്യൂ നമ്മൾ ഇവിടെ എടുക്കുകയാണ്. ചെറിയ സെല്ലാണ് 3.5, അവിടെ ഏറ്റവും ചെറിയ വാല്യൂ ആയിട്ടുള്ള 50 നമ്മൾ അലൊക്കേറ്റ് ചെയ്യുകയാണ്. 50 അലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ റോ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ഡിമാൻഡിലും എന്ത് ചെയ്യണം, ആ വ്യത്യാസം വരുത്തണം. അപ്പോൾ ഇത് 50 ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ആകെപ്പാടെ ഒരു സെല്ലേ അവൈലബിൾ ആയിട്ടുള്ളൂ, അത് 5.5 ആണ്. 5.5ൽ നമുക്ക് 50 മാർക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ഡിമാൻഡ് സപ്ലൈയും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ഈ ഡിമാൻഡ് അലൊക്കേഷൻ കറക്റ്റ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതിന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള m+n-1 = നമ്പർ ഓഫ് അലൊക്കേഷൻ എന്ന് പറഞ്ഞുള്ള ഇക്വേഷൻ നമ്മളിവിടെ ചെയ്ത് നോക്കണം. ഇതിന് ഇവിടെ തന്നെ എഴുതുകയാണ്. m+n-1 = നമ്പർ ഓഫ് അലൊക്കേഷൻ. ഓക്കെ, ഇപ്പോൾ m എന്ന് പറയുന്നത് നമ്പർ ഓഫ് നമ്പർ ഓഫ് കോളം, n = നമ്പർ ഓഫ് റോസ് എന്നുള്ള ഇക്വേഷൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടും 4 ആണ്. 4 + 4 - 1 = 7 എന്ന് കിട്ടും. പക്ഷേ നമ്മളുടെ ഇവിടുത്തെ നമ്പർ ഓഫ് അലൊക്കേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 5 6 ആണ്. 6 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്പർ ഓഫ് അലൊക്കേഷൻ നമ്മളുടെ വ്യത്യാസമുണ്ട്. 7 അല്ല, നമുക്ക് 6 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട്, ഇങ്ങനെയുള്ള പ്രോബ്ലത്തിനെ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് നമ്മൾ എപ്സിലോൺ ആഡ് ചെയ്യും. എന്താണ് എപ്സിലോൺ ആഡ് ചെയ്യും? ആ സിമ്പിൾ ഇങ്ങനെയാണ്. എപ്സിലോൺ എന്ന് പറഞ്ഞ സിമ്പിൾ ഇങ്ങനെയാണ്. ഈ സിമ്പിൾ ആഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് അലൊക്കേഷൻ്റെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ടാണ്, ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാനായിട്ടാണ്. ഈ എപ്സിലോണിനെ ആഡ് ചെയ്യാനായിട്ട് ഏറ്റവും ലീസ്റ്റ് അൺഅലോക്കേറ്റഡ് സെല്ല് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഏറ്റവും ലീസ്റ്റ് അൺഅലോക്കേറ്റഡ് സെല്ല് എന്ന് പറയുമ്പോൾ നോക്കിയാൽ 1.5 ഉണ്ട്, 0.5 ഉണ്ട്, 4 ഉണ്ട്, 2 ഉണ്ട്, 2.5 ഉണ്ട്, 3.5 ഉണ്ട്, 1 ഉണ്ട്, 5.5 ഉണ്ട്. അതിൽ ഏറ്റവും ചെറിയ സെല്ല് എന്ന് പറയുന്നത് നമുക്ക് 0.5 ആണ്. 0.5ൽ നമുക്ക് എന്ത് ആഡ് ചെയ്യാം, എപ്സിലോൺ ആഡ് ചെയ്യണം. ഇത് നമ്മുടെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ എപ്സിലോൺ ആഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എപ്സിലോൺ ആഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് അലൊക്കേഷൻ എന്തായി, m+n-1 = നമ്പർ ഓഫ് അലൊക്കേഷൻസ് എന്നുള്ളത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്സിലോൺ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് നമ്മളുടെ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം സോൾവ് ആയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നതിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ അലൊക്കേഷൻ എഴുതണം. A2 സെല്ല്, അതായത് കോളം ടു ഏത് റോ റോ ടു ഏത് കോളത്തിലാണോ അലൊക്കേഷൻ വന്നിരിക്കുന്നത് ആ കോളം A2 1. അപ്പം 1ലാണ്. അപ്പം ഇത് 100 ഇൻറ്റു അതിൻ്റെ ആക്ച്വൽ വാല്യൂ, ഒറിജിനൽ വാല്യൂ, ആ സെല്ലിലെ ഒറിജിനൽ വാല്യൂ വേണം നമുക്ക് എഴുതാനായിട്ട്. അതുപോലെ നമുക്ക് ആദ്യം അലൊക്കേഷൻ എല്ലാം എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒറിജിനൽ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചത്. അപ്പം ഫസ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് അലൊക്കേഷൻ കൂടിയാണ്. ഈ എപ്സിലോൺ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട്. നമ്മൾ ആ ഒരു നമ്മുടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്സിലോൺ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആ എപ്സിലോൺ നമുക്ക് ഒഴിവാക്കാൻ എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത അലൊക്കേഷൻ വരുന്നത് ഇതാണ്. അപ്പോൾ ഏതാണ്, A2 4. A2 4 ആണ് അലൊക്കേഷൻ. അവിടെ അലൊക്കേറ്റ് ചെയ്യുന്ന വാല്യൂ 50 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒറിജിനൽ സെല്ലിൻ്റെ വാല്യൂ ആണ്. ഇത് നമ്മൾ ലോസ് മെട്രിക്സിലേക്ക് മാറ്റിയ മെട്രിക്സ് ആണ്. ഇതിന് ഒറിജിനൽ മെട്രിക്സിൻ്റെ വാല്യൂ നോക്കി വേണം നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് എടുക്കാവുന്നതാണ്. അടുത്തത് B2 3, കോളം 3ലാണ് അലൊക്കേഷൻ. അത് 450 ആണ് ഇൻറ്റു. അടുത്ത സിയിലാണ് അലൊക്കേഷൻ. C2 2 200 ആണ്. C2 4 3 × 50 ആണ് നമുക്ക് ഇൻറ്റു ചെയ്യേണ്ടത്. ഇൻറ്റു ചെയ്യേണ്ട വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അടുത്തത് ഡമ്മിയാണ്. ഡമ്മി 2 ഏതാണ്, 4 ആണ് അലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഡമ്മി 2 4 ആണ് അലൊക്കേഷൻ എന്ന് പറയുന്നതും 50 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഒറിജിനൽ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കി എടുക്കാം.
ഇതാണ് ഒറിജിനൽ ക്വസ്റ്റ്യൻ. ഇതിലേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട വാല്യൂ മൾട്ടിപ്ലൈ ആണ്. A1 ഇവിടെയാണ് ലൊക്കേഷൻ, 2.5 ആണ്. അടുത്തത് A4 ഇവിടെയാണ്, 2 ആണ്. അടുത്തത് B3യിലാണ് ലൊക്കേഷൻ. B3 എന്ന് പറയുമ്പോൾ ഇതാണ്, ഇൻറ്റു 5.5 ആണ്. എന്ന് പറയുമ്പം C2 എന്ന് പറയുമ്പോൾ ഇതാണ്, C2 ഇതാണ്. അപ്പം 4.5. C4 എന്ന് പറയുന്നത് ഇതാണ്. അപ്പം 2.5. ഈ ഡമ്മി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പം നമ്മൾ നേരത്തെ കണ്ട ഡമ്മി എന്ന് പറഞ്ഞ വാല്യൂ 0 ആണ്. ഇനി നമ്മളിതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എടുക്കുമ്പോഴത്തേക്കിന് കണ്ടോ, ഇനി ഇതിൻ്റെ പ്രോബ്ലം സോൾവ് ആയിരിക്കും. ഇതിന് 250 വരും, ഇത് 100 വരും, ഇത് 2475 വരും. ഇത് 900 വരും, ഇത് 125 വരും, ഇത് 0. ടോട്ടൽ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കോസ്റ്റ് കിട്ടും. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 900 ആണ് ടോട്ടൽ സപ്ലൈ. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് 308.50. ഇപ്പോൾ നമ്മുടെ പ്രോബ്ലം സോൾവ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോഡി മെത്തേഡാണ്. അപ്പം ആ ക്ലാസ് ഉടനെ അടുത്ത ആഴ്ച നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഇതിനു മുമ്പുള്ള ലീസ്റ്റ് ക്വസ്റ്റ്യൻ മെത്തേഡ്, നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് സോൾവ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുന്നതിനായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് കാണുക. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. അപ്പോൾ നമ്മൾ അടുത്തൊരു മെത്തേഡുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.